ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇൻഫെർട്ടിലിറ്റി ജേണിയുടെ ബാക്കി പാർട്ടാണ് കേട്ടോ. ബാക്കി സ്റ്റോറി ഒരു വലിയ സ്റ്റോറിയാണ്. അത് ഞാൻ പാർട്ടായിട്ട് വീഡിയോസായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി കാണണം കേട്ടോ കാണാത്തവർ. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുപോലെ ഇൻഫെർട്ടിലിറ്റി വന്ധ്യത അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇനി വരുന്ന തലമുറയ്ക്ക്, അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ PCOD തൈറോയ്ഡ് എങ്ങനെ നമുക്ക് തടയാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടി ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും എൻ്റെ ഈ ഇൻഫെർട്ടിലിറ്റി സ്റ്റോറി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ 2019 നമ്മൾ അതിൽ പറഞ്ഞു നിർത്തിയത് ഇത്രത്തോളം സിവിയാരിറ്റി ഉള്ള ഒരു പ്രശ്നമാണെന്ന് നമുക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല. ജസ്റ്റ് പീരീഡ് ആവില്ല, ഇതെന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. തൈറോയ്ഡ് ഉണ്ട്, അതുകൊണ്ടാണെന്ന് നമ്മൾ കരുതി. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റോറിന് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ 2019 ഫെബ്രുവരിയിലാണ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്യണത്. അപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് വേറൊരു കോഴ്സ് കഴിഞ്ഞ് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആക്കുന്നത്. ഫെബ്രുവരി, എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 3-ാം തീയതി എന്തോ ആണ്, 3-ാം തീയതിയാണ് എൻഗേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഏപ്രിലിൽ കല്യാണമായി. ഏപ്രിൽ 1-ാം തീയതിയായിരുന്നു കല്യാണം. അപ്പോൾ നമ്മൾ ലവ് മാരേജാണ് പ്ലസ് അറേഞ്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കാരണം ഞാൻ ഇത്രയും തടിയുണ്ട്, ഇനി കുട്ടികളുണ്ടാവുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് വളരെയധികം എന്നെ അലട്ടുന്ന ഒരു ചിന്തയായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പീരീഡ് ആയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ വയറിങ്ങനെ പെയിനൊക്കെ വരും. അപ്പോൾ നമ്മൾ കരുതും എന്തോ ആയി കാണും എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ 6 മാസമായിട്ടും ഒരു ഇതും ആവാത്തത് കൊണ്ട് പീരീഡും വന്നില്ല, പ്രഗ്നൻറ്റും അല്ല. അങ്ങനെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുണ്ട്, ഒരു മമൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ. അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ മിക്കവാറും പേരുടെ ഡെലിവറിയൊക്കെ നോക്കുന്നത് അവിടെയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അങ്ങനെ അവിടെ ചെന്ന് കാണിച്ചു. മാഡത്തിന് ശിവകുമാരി മാഡത്തിനെയാണ് കാണിച്ചത്. അതെ, മാഡം ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. അപ്പോൾ മാഡത്തിനെ കാണിച്ചു. അങ്ങനെ ഹോർമോൺ ടാബ്ലറ്റ്സും പീരീഡ് ആവാനുള്ള, എവിടെ പോയാലും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പീരീഡ് ആവാത്തത് കൊണ്ട് അവർ പ്രൈംലൂട്ടൻ ആണ് എഴുതി. ഇനി നിങ്ങൾക്ക് ആവാത്തവർക്ക് അതാണോ തരണേന്ന് അറിയില്ല, പ്രൈംലൂട്ടൻ ആണ് തരുന്നത്. അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ച് പീരീഡ് ആയതിന് ശേഷം 2-3 ദിവസം, അതായത് പീരീഡായി ഒരു 2-3 ദിവസത്തിനുള്ളിൽ സ്കാനിങ്ങിന് ചെല്ലാൻ പറയും. അങ്ങനെ സ്കാനിങ്ങിനൊക്കെ ചെല്ലും. സ്കാനിങ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് PCOD ഉണ്ട്. PCOD ഉണ്ടെന്നുള്ള സംശയം നേരത്തെ ഉണ്ട്. എന്നിരുന്നാലും ഉള്ളൊക്കെ സ്കാൻ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി 2 ഓവറിക്കുള്ളിലും സിസ്റ്റുകൾ ഉണ്ട്. അപ്പോഴും പറഞ്ഞു, മാഡം പറഞ്ഞു, വലുതായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഫുഡ് ഡയറ്റ് കൺട്രോൾ. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഫിഷ്, മീൻ, ഇറച്ചി, മുട്ട ഇതൊന്നും കഴിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റോറി പറയാം. അപ്പോൾ മാഡം പറഞ്ഞു, ഇനി എന്തായിരുന്നാലും നമുക്കൊന്ന് സീരിയസ് ആവാം, ഒരു കുഞ്ഞ് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ടാബ്ലറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഹോർമോൺ ടാബ്ലറ്റ്സ് പീരീഡ് ഗുളിക തന്ന് വരുത്തിയതിന് ശേഷമാണ് ഓവുലേഷനുള്ള ടാബ്ലറ്റ് തരുന്നതും. അതായത് സിന്തറ്റിക്കായിട്ട് ഓവുലേഷൻ ആക്കിയതാണ്. അങ്ങനെ നമ്മൾ ഒരു സ്കാനിന് ചെന്ന് എന്ത് ചെയ്തു, ഉള്ളിൽ സ്കാൻ ചെയ്തപ്പോൾ 3 ഓവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മാഡം സ്കാനിൽ നമുക്ക് കാണിച്ചു തന്നു, 3 ഓവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഉറപ്പിക്കണം. അപ്പോൾ ആ 3 ഓവത്തിനെയും നമുക്ക് ഉറപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മാഡം എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻസ് എഴുതി. ഇഞ്ചക്ഷൻസ് എഴുതി 1 വീക്കിൽ, ഒരാഴ്ചയിൽ 2 ഇഞ്ചക്ഷൻ വെച്ചെടുക്കണം.
ആഴ്ചയിൽ 2 എണ്ണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപയാണ് ഇഞ്ചക്ഷന്. പിന്നെ അതിൻ്റെ സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ ഇഞ്ചക്ഷൻ വയ്ക്കാനുള്ള ആ സകലമാന സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കണം. പ്രൈവറ്റല്ലേ, അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ചിന്തിച്ചു, അപ്പോൾ എന്നിട്ടും അങ്ങനെ ഒരുക്കി എടുത്തു. പക്ഷേ അതിനുശേഷം എനിക്ക് തരുന്ന ഗുളികകളൊക്കെ എൻ്റെ ബോഡിയിൽ അത് എടുക്കുന്നത് നേരെ തിരിച്ചായിട്ടാണ് എടുക്കുന്നത്. കാരണം സാധാരണ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ്സ് എനിക്ക് തരുമ്പോൾ അത് എൻ്റെ ശരീരത്തിലുണ്ടാക്കുന്ന റിസൾട്ട് വേറെ ആയിരുന്നു. ഇപ്പോൾ ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്ലീഡിങ് വരിക, അങ്ങനെ ഒരുപാട് വട്ടം നമ്മൾ വീണ്ടും ഇങ്ങനെ പോയി കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ബ്ലീഡിങ്. അപ്പോൾ മാഡം പറഞ്ഞതെന്ന് വെച്ചാൽ നിൻ്റെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സാധാരണ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇന്ന ഒരു പ്രോസസ്സിന് വേണ്ടി കൊടുക്കുന്ന ടാബ്ലറ്റ് എൻ്റെ ശരീരത്തിലേക്ക് പോയിട്ടും അവിടെ എന്താണോ നടക്കേണ്ടത് ആ പ്രവൃത്തി അവിടെ നടക്കുന്നില്ല ആ ഗുളിക കൊണ്ട്. അപ്പോൾ മാഡം ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് ടാബ്ലറ്റ് ഇഞ്ചക്ഷൻസ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇഞ്ചക്ഷൻസ് തുടങ്ങാം. അങ്ങനെ ആഴ്ചയിൽ 2 ഇഞ്ചക്ഷൻസ് വെച്ചു. അപ്പോൾ എന്നിട്ടും നമുക്ക് അത് ഉറച്ചില്ല. ആ ഓവം 3 ഓവത്തിൽ 2 ഓവം ഉറച്ചില്ല, അല്ല 3 ഓവം ഉറച്ചില്ല. അപ്പം ഞാൻ പിന്നെയും ചിന്തിച്ചു ഒരുപാട്, കാരണം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം സാധാരണക്കാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ 1000 രൂപ, അതായത് 2000 രൂപ, അല്ല 2500 രൂപയെങ്കിലും വേണം നമുക്ക് ഒരു വീക്ക്. 3000 രൂപയെങ്കിലും വേണം OP എടുക്കാനും ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ചിന്തിച്ചു നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ ഇക്ക സാധാരണ ജോലിക്ക് പോയിട്ട് നമ്മളെ നോക്കുന്ന ആളാണ്. അപ്പോൾ ഇക്കായെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സിലൊക്കെ ചിലരൊക്കെ അവിടെ പോയിട്ടുണ്ട് ഇങ്ങനെ, അങ്ങനെ അവർക്ക് കുട്ടികളൊക്കെ ആയിട്ടുണ്ട്, ട്വിൻസൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തീരുമാനിച്ചു. അതൊരു കോവിഡ് പീക്ക് ടൈമായിരുന്നു. അതായത് ലോക്ക്ഡൗണും ആരും പുറത്തിറങ്ങാനും ഒന്നും പാടില്ലാത്ത ഒരു ടൈം. 2019 കല്യാണം കഴിഞ്ഞ് തൊട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കോവിഡ് വന്നു തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഡിഗ്രിക്കും ചേർന്നിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പാരലായിട്ട്. അങ്ങനെ ഞങ്ങൾ തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ മിക്കവാറും പേർക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും ഡോക്ടർ സാം 2 ഡോക്ടേഴ്സുണ്ട്. ഒന്ന് ചങ്ങനാശ്ശേരി ആ ഭാഗത്തൊരു ഡോക്ടറുണ്ട് സാം, ആ ഡോക്ടറല്ല കേട്ടോ, ഇത് ട്രിവാൻഡ്രത്തുള്ള ഡോക്ടറാണ് സാം. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടാൽ പെട്ടെന്ന് കുട്ടികളാവുമെന്ന് ഇവിടെ ഉള്ളവർക്കൊരു വിശ്വാസമാണ്. അത് ചിലർക്ക് അങ്ങനെ തന്നെ നടന്നിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കാണാൻ ചെന്നു. അപ്പോൾ കോവിഡ് നല്ല കൂടി നിൽക്കുന്ന ടൈം. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ അവിടെ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ചെന്ന ആളുകൾ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, രജിസ്റ്റർ. അതിൽ പേരെഴുതി വെക്കും. പേരെഴുതി വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യണവരുണ്ട്, ഇല്ലെങ്കിൽ പോയിട്ട് വെളുപ്പാങ്കാലം വരുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ചേഞ്ചായി. കോവിഡ് വന്നപ്പോൾ 2 OPയും, അതായത് ഗൈനക്കോ OPയും ഇൻഫെർട്ടിലിറ്റി OPയും ഒന്നിലാക്കിയതിന് ശേഷം അവിടെ നിന്നൊരു കാർഡ് തരും. അത് നമ്മൾ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിലൊപ്പിട്ട് ടോക്കൺ നമ്പർ എഴുതി വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ബ്ലോക്കാണ് കേട്ടോ ഇൻഫെർട്ടിലിറ്റി. എനിക്ക് തോന്നുന്നു കൂടുതലും IUI കേസസാണ് ഏറ്റവും കൂടുതൽ അവിടെ സക്സസ് ആയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ബുക്കൊക്കെ കൊണ്ട് അവിടെ ആദ്യമായിട്ട് പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അങ്ങനെ എഴുതി നമ്മുടെ റേഷൻ കാർഡ്, നമ്മുടെ സാമ്പത്തിക രേഖ അതൊക്കെ വെച്ച് എഴുതി പേര്, നമ്മുടെ എല്ലാം സകലമാന ഡീറ്റെയിൽസ്, നമുക്ക് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ ഇതൊക്കെ ഒരു ബുക്ക് തരും, നമുക്കൊരു ബുക്ക് സെറ്റാക്കി തരും. അപ്പോൾ അതിനുശേഷം ഒരുപാട് ടെസ്റ്റുകൾ. ഫസ്റ്റ് ഡേ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പോകണം ഇവിടെ പോകണം, ടെസ്റ്റ്, ബ്ലഡ് റിപ്പോർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്ക് കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോബിൻ്റെ ഒരു സ്റ്റൈഫൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എടുത്തിട്ട് നമ്മൾ 5000 രൂപയും കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ, തൈക്കാട്. അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ നമുക്ക് ഇനിയും പറഞ്ഞാൽ ലോങ് ആയിപ്പോവും. ഇത് പാർട്ട് 2 വീഡിയോയാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, ബുക്കൊക്കെ സെറ്റാക്കി, ടെസ്റ്റുകൾക്കൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ റിപ്പോർട്ടൊക്കെ വാങ്ങി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുവരെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത പാർട്ട് 3 വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.